നമ്മളിപ്പോൾ നിൽക്കുന്നത് വിതുര തങ്കച്ചൻ്റെ സ്ഥലത്താണ്. അതായത് ഇത് കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് നേരത്തെ മഞ്ഞായിരുന്നു. നേരത്തെ ഇട്ട ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇൻട്രോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, സമയം നമുക്ക് കുറച്ചേ ഉള്ളൂ. വേറൊന്നുമില്ല, ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്കൊക്കെ ഏകദേശം പേർക്കും അറിയാം. പിന്നെ രാവിലെ അവിടെ പോയിട്ട് ഉപയോഗമുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം പോകണം. ഞാനൊരു 1-2 തവണ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന സ്ഥലം പറഞ്ഞുതരാം. ചിട്ടിപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ചിട്ടിപ്പാറ. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ മീശപ്പുലിമല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മീശപ്പുലിമല അത്രയൊന്നും വരത്തില്ല, എന്നാലും ട്രിവാൻഡ്രത്തിൻ്റെ മീശപ്പുലിമല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏതാണ്ടൊരു ഇപ്പം നിലവിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 10-9 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ കാര്യമാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്. ഇതിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഫുള്ളായിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇട്ടേക്കുന്ന കുറച്ച് വീഡിയോസ് മുമ്പോട്ടുണ്ട്, അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ എന്തായാലും നമുക്ക് ഞാൻ ആ വീഡിയോ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റത്തുള്ളൂ. 1-2 പേരുടെ എൻ്റെ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി അത് പറഞ്ഞ് എന്തായാലും ബോറടിപ്പിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ, എൻ്റെ ഈ ചാനലിൽ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാവൽ ബൈക്ക്, പിന്നെ ഹെൽമെറ്റ്, ജാക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് വരുന്നത്. അപ്പം ഇതുമായിട്ട് ഇഷ്ടപ്പെടുന്നവർ ചാനലിലോട്ട് വന്നു കഴിഞ്ഞാൽ, ചാനലെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലുണ്ടല്ലോ കേട്ടോ, ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കണ്ടന്റ് എൻ്റെ കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാ ദിവസവും ട്രാവൽ കാണത്തില്ല, അതിൻ്റെ ഇടയിൽ ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു കൊച്ചു ചാനലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര നേരത്തെ പറഞ്ഞാൽ ചിട്ടിപ്പാറ. അപ്പോൾ ഇവിടെ വരാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാനായിട്ട് ഒരു ചാൻസ് ഉള്ളത് മറ്റു ജില്ലകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ പൊന്മുടിയൊക്കെ കാണാൻ വരുന്നവർ, പൊന്മുടി എന്നാലും ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നാട്ടുകാർ കുറച്ച് സീനുണ്ടായിരുന്നു ഇതിന് മുന്നേ. അമ്മേ കൊടുമ്പളവ്. അപ്പോൾ നാട്ടുകാർ കുറച്ച് സീനുണ്ടായിരുന്നു. ഇത്ര രാവിലെ മീനോ? ഓക്കെ. അപ്പോൾ നാട്ടുകാർ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഇപ്പം നിലവിൽ പ്രശ്നമില്ലാന്നാണ് അവിടെ 1-2 പയ്യന്മാർ പോയവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുത്ത് തിരിച്ച രാവിലെ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു 5:45-6 മണിക്കെങ്കിലും അവിടെ കയറിയാലേ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള വിഷ്വൽ കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് കിട്ടുമെന്ന് അറിയില്ല, പോയി നോക്കുകയാണ്. ഇന്നലത്തേൻ്റെ അത്ര മഞ്ഞ് എന്തായാലും ഇന്നില്ല. ഇന്നലെ മഴ പെയ്തതാണ്, പക്ഷേ മഞ്ഞ് കുറവാണെന്ന്. മഞ്ഞുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല, പൊന്മുടിയൊക്കെ വരുന്നവരാണെങ്കിൽ രാവിലെ ഇവിടെ കയറിയിട്ട് പൊന്മുടിയിലോട്ട് പോകുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. കാര്യം നമ്മൾ ഒരു വടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയില്ല, അതുപോലെ ഒറ്റ യാത്രയിൽ 2 വിഷ്വൽ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ സംസാരിച്ച് പോരടിപ്പിക്കില്ല. നമുക്ക് എന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി എടുക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി കേട്ടോ. എത്തിയെന്ന് പറഞ്ഞാൽ ഇനി ഒരു കുന്നുണ്ട്, അത് കയറണം. ഈ ഒരു പാറയാണ്, അതിൻ്റെ മുകളിലോട്ടാണ് പോകണം. പാറയെന്ന് പറയുമ്പോൾ വൃത്തികെട്ട പാറയല്ല, മുകളിൽ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. കണ്ടോ, കുറച്ചുകൂടെ നേരത്തെ വന്നെങ്കിലെന്ന് പറഞ്ഞ് എന്നെ ലൂല്ലാവായി ചീത്ത വിളിച്ച് കൊണ്ടുപോവുകയാണ്. കാര്യം ഇത് മുകളിൽ നിന്ന് കാണേണ്ടതാണ് കേട്ടോ. കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് എടുക്കും. ഇന്ന് മഞ്ഞ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ടോപ്പിൽ കയറി കേട്ടോ. നിറച്ച ആൾക്കാരുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഫേസ് കാണിക്കില്ല. അതായത് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അച്ഛ കൈയൊന്ന് കാണിയിടാ. നിറച്ച് ഒന്നും കാണാൻ പറ്റില്ല. എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും കുറച്ചുകൂടെ സൂര്യൻ ഒന്ന് ഉദിച്ചിട്ട് ബാക്കി ഞാൻ എടുത്തരാം, ഈ വഴിയും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ മുകളിലോട്ടാണ് പോണത്. ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ, സോറി. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു വിഷ്വൽ എടുക്കാനാണ് എല്ലാവരും രാവിലെ ഓട്ടം ഓർണത്. മഞ്ഞൊന്ന് കുറവാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. പക്ഷേ മഞ്ഞൂടെ ഉണ്ടായിരുന്നു പൊളിച്ചനെ അല്ലേടാ.
എടാ മൊബൈലിൽ കളിക്കാതെ അങ്ങോട്ട് നോക്കണം. കുറച്ചുകൂടെ മുകളിലോട്ട് പോട്ടെ. അവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഞാനാണ് ഈ ആൾക്കാരില്ലാത്ത സ്ഥലം നോക്കി പോണത്. ഇങ്ങോട്ട് നോക്കി. കുറച്ച് രാവിലെ ഒന്ന് എണീറ്റ് എന്ത് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. വീട്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റുമോ? ഓ നിറച്ച് പയ്യന്മാരാണ് കേട്ടോ മുകളിൽ. കാണിച്ചു തരാം. കണ്ടോ പാറയുടെ മുകളിൽ കണ്ട. എങ്ങനെയാണ് റാച്ചു? നീ തടി വെച്ച കേട്ടോ. വാക്കുകളില്ല. ഇനി പറയണ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ. നല്ല കാറ്റടിക്കണുണ്ടല്ലോടാ. പറ നിന്റെ വിചരിപ്പിച്ച ഡയലോഗ് പറ. വാക്കുകളില്ല. കുറച്ചുകൂടെ മഞ്ഞുണ്ടായിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നുണ്ടോന്നത് ഈ ഭാഗമൊക്കെ നിറച്ച് മഞ്ഞുണ്ട്. എങ്ങനെ അങ്ങും ഇഞ്ഞുമൊക്കെ. പക്ഷെ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞ് കുറവ് കേട്ടോ. ഇന്നലെ വന്നവരൊക്കെ ഭാഗ്യമായിരിക്കും. നമ്മൾ ഈ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിലേ ഈ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരിക കേട്ടോ. ശനിയോ ഞായറോ ഏതെങ്കിലും സൗകര്യമുള്ള ദിവസം നോക്കി ഈ ഒരു ടൈമിൽ വരിക. പൊളിയായിരിക്കും. എങ്ങനെയുണ്ട് റാച്ചു? വാക്കുകളില്ല. ഇവിടെ ശരിക്കും ആള് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ കിടന്ന് ബഹളമൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. അമ്മ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. ഇങ്ങനത്തെ ഈ ഒരു കാഴ്ച കണ്ടോ? ഇങ്ങോട്ട് കൂടാ. എൻ്റെ ഇവിടുത്തെ ആളെണ്ണം അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേണ്ട കണ്ട ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ മുകളിൽ? ഇതാണ് ഇവിടുത്തെ വ്യൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാതായിരിക്കും നല്ലത്. ആള് പോകും വിചാരിച്ചിരുന്നു. പക്ഷെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ക്ഷേത്രം കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. സ്ഥലത്തിനെ പറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇവിടെ വരുന്നവർ ഞാൻ സ്ഥിരം പറയും പോലെ ഈ ക്ഷേത്രം പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നിട്ട് പോവുക. വേറെ ഇവിടെ വന്നവരൊന്നും വേറെ കുഴപ്പമൊന്നും കണ്ടില്ല ഇതുവരെ. എന്നാലും ഞാൻ പറയാനുള്ള പറഞ്ഞു അത്രയേ ഉള്ളൂ. ഓക്കെ. ഇത് ക്ഷേത്രം ഇതാ കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒറ്റ മിനിറ്റ് കാണിച്ചു തരാം. അങ്ങോട്ടൊന്നും അങ്ങനെ ടൂറിസ്റ്റുകൾ പോരില്ല. ഇവിടുത്തെ വിശ്വാസികളാണ് കൂടുതലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ ആയിരിക്കണേയാണ് ക്ഷേത്രം. അപ്പോൾ ഇവിടെ ആൾക്കാരമിതം വന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇതിന് മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി ഇതാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ടോപ്പിലെ കാഴ്ചയാണ് കേട്ടോ. ഇത് ആ കാണുന്നതാണ് നമ്മുടെ പൊന്മുടി ആ ഒരു ഇത് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയാണ്. കണ്ടോ? ഇതിൽ ദൂരോട്ട് നോക്കിയാൽ കാണാം. ഇവിടെ നമുക്കിവിടെ നിന്നാൽ ചെറുതായിട്ട് കാണാൻ പറ്റും. കടലാണെന്നാണ് ഇവിടെ വന്നിട്ടുള്ളവർ പറഞ്ഞത്. പിന്നെ ട്രിവാൻഡ്രം സിറ്റിയാണിത് ഫുള്ള് ഈ കാണുന്നതെല്ലാം. അപ്പോൾ അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ എന്താ പറയുക പയ്യന്മാർ സെറ്റ് ഒരുപാട് പേര് വന്നിരിപ്പുണ്ട്. അപ്പോൾ
അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇനി താഴെ പോയിട്ട് 1-2 കാര്യങ്ങളൂടെ പറയണം. അതിവിടെ പറഞ്ഞിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പം ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ച് വരിക. കാര്യം ഇവിടെ സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല. കാര്യം വേറെ അല്ലേ, കമ്പിയോ കാര്യങ്ങളൊന്നും സൈഡിലൊന്നും അടിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചനെ. ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെ അല്ലേ ഇത്? പ്ലേസ് ആണ്. കുറച്ച് ഓഫ് റോഡും പിന്നെ നടന്ന് കയറണം, അത്രയേ ഉള്ളൂ. അവിടെ നാട്ടുകാരൊക്കെ ഇപ്പോൾ നേരത്തെ സീനായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ തൊട്ട് താഴെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ അതിനെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഓക്കെ. 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴോട്ട് പോകാം, എന്നിട്ട് ബാക്കി പറയാം. പിന്നെ വരുന്നവർ ഗ്രൂപ്പായിട്ടൊക്കെ വരും കേട്ടോ. സിംഗിളായിട്ടൊക്കെ വന്ന് ചിലപ്പം കാര്യം ഇതാണ് സംഭവം. കണ്ടോ, വെറും മുട്ടപ്പാറയില്ലേ, അറ്റത്തോട്ട് പോകാതിരുന്നാൽ മതി. നിങ്ങൾക്ക് സേഫായിട്ട് ഇവിടെ നിൽക്കാം. അത്യാവശ്യമുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം. ഓക്കെ. ഇത് കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് നേരത്തെ മഞ്ഞായിരുന്നു. നേരത്തെ ഇട്ട ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കംപ്ലീറ്റ് മഞ്ഞായിരുന്നു കേട്ടോ ഈ ഭാഗമെല്ലാം. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ വരുന്ന ഭാഗം, അതായത് ഇങ്ങോട്ട് ഇവിടെ എല്ലാം മഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം വെയിലായില്ലേ, നല്ല വെയിലായി. എന്നാലും ദൂരോട്ട് കാണാൻ പറ്റും മഞ്ഞ്, ദൂരോട്ട് ആ ഭാഗത്തൊക്കെ കണ്ടോ. ഇപ്പോൾ രാവിലെ വരിക, വരുന്നവർ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. പിന്നെ നട്ടുച്ചയ്ക്കൊന്ന് മരുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ വന്നതാണ്. രാവിലെ വന്നിട്ടും ആൾ ഒരുപാടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ സൈലൻ്റ് ആയിട്ട് എടുത്ത് മാറി നിന്നു. പിന്നെ വേറെ എന്താ പറയുക, ഇതുപോലെയുള്ള സംസാര കാര്യങ്ങളൊന്നും എടുത്തില്ല. എടാ വെച്ചു ബാക്കി ഇനി നമുക്ക് ഇതോടെ താഴെ നല്ലൊരു സ്പോട്ടുണ്ട്, അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ശരി. അപ്പോൾ ഇനി കുറച്ച് കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിതുര തങ്കച്ചൻ്റെ സ്ഥലത്താണ്. അതായത് പുള്ളിക്കാരൻ്റെ സ്ഥലമല്ല കേട്ടോ, വിതുരയിലാണ്. സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ചിട്ടിപ്പാറ. ഞാൻ രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നപ്പം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് വിതുര എന്ന് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ. പിന്നെ നെടുമങ്ങാട് നിന്ന് ഏതാണ്ട് എത്ര കിലോമീറ്റർ ഉണ്ടോ? എന്തായാലും ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് ചിട്ടിപ്പാറയാണ് കേട്ടോ. ഇവിടെ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിഷ്വൽ, ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം. പിന്നെ ഇപ്പോൾ ഈ നിലവിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരണുണ്ട്. അല്ല, ആൾക്കാരെന്ന് പറയുമ്പോൾ എന്താ പറയുക, പയ്യന്മാർ സെറ്റ് അല്ലേ, പയ്യന്മാർ സെറ്റ് ഒരുപാട് വരണുണ്ട്. അപ്പോൾ മുകളിലോട്ട് നമുക്ക് ഈ ആൾക്കാർ കൂടുന്ന സ്ഥലത്തോട്ട് നിൽക്കാനായിട്ട് പാടാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് കൊറോണ ആയതുകൊണ്ട് പാടാണ്. പിന്നെ ഇതിപ്പം മുകളിൽ തന്നെ നോക്കിയാൽ അറിയാം, ആ ഭാഗത്തോട്ടാണ്. ഈ സമയത്തും ഒരുപാട് പയ്യന്മാരുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഏതാണ്ട് നല്ല സമയമായി. ഇവരൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ഡയലോഗല്ലല്ലോ, എൻ്റെ കുറച്ച് ബെഡായി അടിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവന്മാർ പോകണില്ല. പിന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. പിന്നെ തീർച്ചയായും ഇനി മുന്നോട്ട് ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോണത്. അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അതാണ് പ്രശ്നം. പിന്നെന്താ പറയുക, അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കാണുന്ന വിഷ്വലിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിൽ ഫോഗ് ഇറങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പും കാറ്റും ഉണ്ട് ഇവിടെ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴാണ് ഒന്ന് സൂര്യ ഉദിച്ചു വന്നത്. ഞങ്ങൾ നേരത്തെ മുകളിൽ നിന്ന് ഒരുപാട് നേരം നോക്കി സൂര്യ ഒന്ന് ഉദിച്ചു വരുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും നല്ല ഇപ്പോഴും ശരിക്കും പയ്യന്മാർ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയമൊക്കെ ശരിക്കും ആൾക്കാർ കാണും. രാവിലെ വരിക, രാവിലെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ആ ഒരു ആംബിയൻസ് കിട്ടും. പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ ഇവിടുത്തെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതായത് കണ്ടോ, ചുറ്റിന് ക്ഷേത്രമാണ് കേട്ടോ. രാവിലെ മുതലേ നല്ല പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഇതിപ്പോൾ സൂര്യൻ ഉദിച്ചു വന്നത് ഇപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. സത്യം പറഞ്ഞാൽ കൊള്ളാടാ, കണ്ണടിച്ചു പോണം. ഇത് വേണ്ട, ഇത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകണം. ഇതിൻ്റെ മുകളിൽ പോയിട്ടാണ് നേരത്തെ ആ വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടത്. അപ്പം തീർച്ചയായും നിങ്ങളുടെ അടുത്തും പറയാനുള്ള കാര്യം ഇതേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തുടർച്ചയായിട്ട് അങ്ങോട്ട് ഇനി നല്ല വീഡിയോസ് കാണും. കൂടുതൽ ബെറ്ററായിട്ട്, അതായത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ഏതാണ്ടൊക്കെ എടുത്തല്ലോ. ട്രിവാൻഡ്രം സിറ്റി ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. അമ്പൂരിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇനി അമ്പൂരിയിൽ എടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ കാട്ടാക്കട ഈ ഭാഗത്തൊക്കെ വരുന്ന 1-2 സ്ഥലങ്ങളൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് ബാക്കി ഇനി എന്തായാലും നിങ്ങളെ കാണിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഇപ്പം പോസിറ്റീവായും നെഗറ്റീവായിരുന്നു എന്തായിരുന്നാലും കുഴപ്പമില്ല, അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾ. ഓക്കെ അല്ലേ, പരിഹരിക്കും. അപ്പോൾ തീർച്ചയായും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.
പിന്നെ ചെറിയ ചെറിയ പാകപ്പിഴകൾ ഈ വീഡിയോയിലുണ്ട് കേട്ടോ, ക്ഷമിക്കുക. അടുത്ത് ബെറ്റർ ആക്കും. ഓക്കെ, എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.